ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 16 ആണ്. വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റാർട്ട് സോഷ്യൽ മീഡിയ ഫോർ ഹോം ബിസിനസ് ബിഗിനേഴ്സ് ഗൈഡ്. അപ്പോൾ ബിഗിനറായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കൊരു ബിസിനസ് നമുക്ക് എങ്ങനെ വീട്ടിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, നമ്മുടെ വീട്ടിലത്തെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അതിനുള്ള ടിപ്സാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ ഓൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ അപ്പം നമ്മൾ ആദ്യത്തെ ടിപ്പ് പറയുവാണ്. ചൂസ് 1 to 2 പ്ലാറ്റ്ഫോംസ്, സ്റ്റാർട്ട് വിത്ത് ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക്. അതായത് നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചിപ്പം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, പിൻട്രസ്റ്റ്, ട്വിറ്റർ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഏതെങ്കിലും 1-2 അപ്പോൾ ആദ്യം ഇൻസ്റ്റഗ്രാം മാത്രമാണെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് വേറെ ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബും കൂടെ ചെയ്താൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇൻസ്റ്റഗ്രാമിലാണ്. സോ നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എന്നാൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ നമ്മൾ ഏജ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരാണ് ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ആളുകളും യൂത്തായിട്ടുള്ളവരെല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ്. അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഇപ്പം അവർക്ക് ഓരോ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സും ഷോപ്പിങ്ങും ഒക്കെ ചെയ്യാൻ അവർ ഇൻസ്റ്റഗ്രാമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കൂടുതൽ ടൈം ഇൻസ്റ്റയിലാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും ഇൻസ്റ്റയിൽ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളത് നോക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ് എ ബിസിനസ് അക്കൗണ്ട്. അതായത് ബിസിനസ് അക്കൗണ്ടായിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ നോർമൽ പേഴ്സണൽ അക്കൗണ്ടും അങ്ങനെയൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആക്കിയിടരുത്. പ്രൈവറ്റ് ആക്കിയിട്ട ആളുകൾക്ക് നമ്മളൊരാളെ ഫോളോ ചെയ്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളിങ്ങോട്ട് റിക്വസ്റ്റ് തന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലേ ആ ഒരു നമ്മുടെ കണ്ടൻറ്റൊക്കെ കാണാൻ പറ്റത്തുള്ളൂ, നമ്മളിട്ട പോസ്റ്റും കാര്യങ്ങളും വീഡിയോസും എല്ലാം. സോ നമ്മളൊരു ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് പബ്ലിക്കായിരിക്കും. പബ്ലിക്കായിട്ട് വേണം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരും കാണണം. ഏത് ഫോട്ടോ വീഡിയോ ആണോ വൈറലാവുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയാണ് നമുക്ക് ഫോളോവേഴ്സിനെ കിട്ടുന്നത്. സോ എപ്പോഴും ബിസിനസ് അക്കൗണ്ട് ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു ബ്രാൻഡ് നെയിം, അതുപോലെ തന്നെ ലോഗോ, അതുപോലെ തന്നെ പ്രൊഫൈൽ DPയും കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് എ ഷോർട്ട് ക്ലിയർ ബയോ, വാട്ട് യു ഓഫർ പ്ലസ് CTA പ്ലസ് ലൊക്കേഷൻ. നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റയിലെ ബയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ യുണീക്ക് USP, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പസിഷൻ. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ CTA. അതായത് നമ്മൾ പറയല്ലോ, നിങ്ങൾക്ക് DM ടു ഓർഡർ, നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതി. DM എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെസ്സേജ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോൾ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയണം നിങ്ങൾ എവിടെയാണ് സ്ഥലം. അപ്പോൾ സ്ഥലം നിങ്ങൾ ഇട്ടാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒതൻറ്റിക്കായിട്ട് തോന്നും. കാരണം ഓക്കെ, ഇപ്പം നാട്ടിലാണെങ്കിൽ ഇന്ന സ്ഥലം, ഇപ്പം നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഓക്കെ ബാംഗ്ലൂർ ആണെങ്കിൽ ഇന്ന സ്ഥലം, അവർക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ എവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ ഓക്കെ കേരളത്തിനകത്താണ്, ഇല്ലെങ്കിൽ അവർ വിചാരിക്കും ചിലപ്പം ഡൽഹിയിലാണ്, അല്ലെങ്കിൽ വേറെ മറ്റ് സ്ഥലത്താണ്, തമിഴ്നാടാണ്, അപ്പം അല്ലെങ്കിൽ നോർത്തിലാണ്. അപ്പോൾ അത്രയും ടൈം കാരണം ചിലപ്പോൾ അവർ വാങ്ങിക്കാതിരിക്കും. പക്ഷേ നിങ്ങൾ അടുത്താണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിച്ച് ചിലപ്പം വാങ്ങിക്കാനും ഒത്തിരി ചാൻസസ് കൂടുതലാണ്. സോ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് യൂസ് റെക്കഗ്നൈസബിൾ നെയിം അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ്. അതായത് നിങ്ങളിപ്പം മൈ ഹോം മെയ്ഡ് പേസ്ട്രിന്ന് നിങ്ങൾ ഇൻസ്റ്റയിൽ തുടങ്ങുക, ആ സെയിം പേര് തന്നെ വേണം നിങ്ങൾ യൂട്യൂബിൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇടാൻ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് മൈ ഹോം പേസ്ട്രി എന്നിട്ടാൽ ഇപ്പോൾ ഇവിടുന്ന് വന്നിട്ട് യൂട്യൂബ് നോക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ച അവരുടെ ഒരു അടുത്ത ഫാമിലി മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അവർ വന്ന് യൂട്യൂബിൽ നോക്കുമ്പോൾ വേറൊരു പേര് കിടക്കുന്നു, അപ്പോൾ ആ ഒരു ട്രസ്റ്റ് പോവും. സോ ഒരേ പേര് തന്നെ, ഒരേ ലോഗോ, ഒരേ കളറിലുള്ള ലോഗോയും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആഡ് കോണ്ടാക്റ്റ് ഓപ്ഷൻസ്. അതായത് നമ്മുടെ ഓപ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കോണ്ടാക്റ്റിൻ്റെ. അതായത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് കൊടുക്കുന്നത്, വാട്സാപ്പ് കോണ്ടാക്ട് ചെയ്യാനാണോ പറയുന്നത്, നിങ്ങൾ അവിടുത്തെ നമ്പറാണോ ലിങ്കോ ആണോ അയച്ചേക്കുന്നത്,
അതോ ഇമെയിലാണോ, അതോ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ? അപ്പം നിങ്ങൾ അത് നോക്കുക എന്താണ്, കാരണം ആളുകൾ വാങ്ങിക്കണമല്ലോ. അതോ നിങ്ങൾ ഡയറക്റ്റ് DM ചെയ്താൽ മതി എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഓപ്ഷനാണ് അവിടെ കൊടുക്കുന്നതെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബയോയിൽ എഴുതാം. അതുപോലെ തന്നെ അപ്ലോഡ് ഗുഡ് പ്രൊഫൈൽ പിക് വിച്ച് ഇസ് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് റിലേറ്റഡ് ടു ബിസിനസ്. അതായത് ബിസിനസ്സായിട്ടുള്ള നല്ല പ്രൊഫൈൽ പിക്ചർ, ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ചിലപ്പോൾ അത് ലോഗോ ആവാം, എന്തുവാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടുവാണെന്ന് വെച്ചോ, അപ്പോൾ ആളുകൾക്ക് കണക്റ്റ് ആവാതെ ചിലപ്പം പോവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ആയതിന് ശേഷം നിങ്ങളിപ്പം നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അറിഞ്ഞതിന് ശേഷം ഇട്ടാൽ കുഴപ്പമില്ല, മാറ്റി ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആദ്യത്തെ ഒരു സമയത്ത് ഇപ്പോൾ 10 പോസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ചിലപ്പം ആ ഒരു DP കണ്ടിട്ടായിരിക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് അത് കണ്ടിട്ടായിരിക്കും മനസ്സിലായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ലതായിട്ട് ഉള്ള ലോഗോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു പ്രൊഫൈൽ പിക്ചർ. അതുപോലെ തന്നെ പോസ്റ്റ് യുവർ ഫേസ്റ്റ് ഇൻട്രോ കോണ്ടൻറ്റ്, അതായത് ഫേസ്റ്റ് റീലോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കെറൗസലോ പോസ്റ്റോ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് എന്നുള്ളത്, നിങ്ങളുടെ സ്റ്റോറി എന്താണ്, അതുപോലെ എന്താണ് നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിത് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളത്, കാരണം ആൾക്കാർക്ക് എപ്പോഴും അറിയണം. അതായത് ചിലപ്പം നിങ്ങളുടെ സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓരോ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. സോ അതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് വെരി നൈസ്. അതുപോലെ തന്നെ യൂസ് നാച്ചുറൽ ലൈറ്റ് ഫോർ ഫോട്ടോസ്. നമ്മൾ ഇരുട്ടത്ത് ഒരു റിംഗ് ലൈറ്റ് വെച്ചെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എഫക്റ്റീവ് ആൻഡ് നല്ല ബ്രൈറ്റ് ആൻഡ് നല്ല നാച്ചുറൽ എപ്പോഴും നമ്മുടെ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവും, അതുപോലെ തന്നെ നല്ല പിക്ചേഴ്സും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ക്രിയേറ്റ് എ പോസ്റ്റിംഗ് റുട്ടീൻ. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് 3 to 4 പോസ്റ്റ്സ് ആണോ നിങ്ങൾ പെർ വീക്ക് ചെയ്യേണ്ടത്, അതോ അല്ലെങ്കിൽ 2 to 3 റീൽസ് ആണോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റുട്ടീൻ സ്കെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ആദ്യത്തെ സമയത്ത് നിങ്ങൾക്ക് ഡെയിലി ഒരു റീലെങ്കിലും ഇടാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ റീൽസാണ് വൈറലാവുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ത്രൂ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഫോളോവേഴ്സും, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ ടൈം വരുമ്പം ഓർഡേഴ്സായിട്ട് അവർ പ്ലേസ് ചെയ്യുകയും ചെയ്യും. സോ അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഷോ BTS, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇപ്പം ഹാൻഡ് മെയ്ഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പാക്കിങ്ങിൻ്റെ ആ ഒരു കോണ്ടൻ്റ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് BTS കാണിക്കാം. അതുപോലെ തന്നെ യൂസ് റെലവൻറ്റ് ഹാഷ്ടാഗ്സ്. അതായത് നമ്മളിപ്പോൾ ഒത്തിരി ഹാഷ്ടാഗ്സ് ഉണ്ട്, പക്ഷേ നമുക്കിപ്പം അതുപോലെ തന്നെ പണ്ടത്തെ പോലെ 30-50 ഹാഷ്ടാഗ്സും ഒന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു 30 ഹാഷ്ടാഗ്സിന് ലിമിറ്റ് വന്നു, അതിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിലും നല്ലൊരു 10 ഹാഷ്ടാഗ്സിൻ്റെ ആവശ്യമുള്ളൂ, ഒത്തിരി ഹാഷ്ടാഗ്സ് വേണ്ട. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള 1 മില്യൺ 10 മില്യൺ ഉള്ള ഹാഷ്ടാഗ്സ് എടുത്ത് വെച്ച ആളുകൾ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണത്തില്ല, അതിനകത്ത് മുങ്ങിപ്പോകും നിങ്ങളുടെ കോണ്ടൻറ്റ്. പക്ഷേ നിങ്ങളിപ്പോൾ ലോക്കൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എറണാകുളമാണ്, അപ്പം എറണാകുളം ഫുഡീസ് അല്ലെങ്കിൽ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എറണാകുളത്തെ ആൾക്കാർ അവിടെ വന്ന് കാണുമ്പം അവർ അതിനകത്തുനിന്ന് നിങ്ങളെ സെർച്ച് ചെയ്താൽ കിട്ടും, നിങ്ങളുടെ പേജസ് തപ്പി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മീഡിയം ഓർ സ്മോൾ ലെവൽ നമ്പേഴ്സ് ഉള്ള ഫോളോവേഴ്സ് ഉള്ള ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ത്രൂ നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻഗേജ് ഡെയിലി, അതായത് ഒത്തിരി കമൻസും DMsൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാനും തിരിച്ച് മെസ്സേജ് അയക്കാനും ഒക്കെ ഒരു ടൈമൊന്നും കിട്ടത്തില്ല, ബിസി ആയിരിക്കും. ഒത്തിരി മെസ്സേജസൊക്കെ വരുമ്പോൾ, അതായത് കുറച്ചൊന്ന് ആയതിന് ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് വൈറലായി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ഒത്തിരി മെസ്സേജസ് വരും. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം അത് 1 hourനൊക്കെ അകത്ത് റിപ്ലൈ
കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം നമ്മളെ വീണ്ടും പുഷ് ചെയ്യും. നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരത് കുറച്ചൊന്ന് ഡൗൺ ആക്കും. സോ നമ്മളെപ്പോഴും റിപ്ലൈ ചെയ്യാൻ നോക്കുക. അതും ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ ഒരേ മെസ്സേജ്, ഫോർ എക്സാമ്പിൾ ഹായ്, ഇപ്പം എൻ്റെ പേര് അതുല്യ, ഞാൻ ഈ ബിസിനസ്സിൻ്റെ ഓണറാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി എൻ്റെ വാട്സാപ്പ് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഒരേ മെസ്സേജ് തന്നെ നിങ്ങൾ 10 പേർക്കോ 20 പേർക്കോ 30 പേർക്കോ അയച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റഗ്രാം നമ്മളെ ബാനാക്കും. പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ സമ്മതിക്കത്തില്ല. അതെന്തോ സ്പാം സംഭവമാണ് അവർ ഡിറ്റക്റ്റ് ചെയ്യും. അതായത് ഒരേ മെസ്സേജ്. സോ നിങ്ങൾക്കൊരു 5-10 പേര് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് പിന്നെ നിങ്ങൾ മാറ്റുക. അതായത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തി വേറെ ലൈൻ ആഡ് ചെയ്ത് വേറെ രീതിക്ക് നിങ്ങളാക്കുക. ഇല്ലെങ്കിൽ സ്പാം പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ അവരിങ്ങനെ എഴുതി വരും. അങ്ങനെ എനിക്ക് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു ഇത് എന്തുവാന്ന്. കാരണം ആൾക്കാരിങ്ങനെ മെസ്സേജ് അയക്കുമ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരേ മെസ്സേജ് അയക്കും. അതായത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോഴാണ് പിന്നെ ഞാനിത് സെർച്ച് ചെയ്തപ്പം മനസ്സിലായത്. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് അവർ 1 വീക്കിലത്തേക്ക് എനിക്ക് ഈ മെസ്സേജ് അയക്കാനുള്ള ഇത് ബാൻ വന്നു. 1 വീക്കിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ. സോ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഉള്ളതാണ് എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് നമുക്ക് പിന്നെ മെസ്സേജ് അയക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാരണം കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും നമുക്കിങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു ബി കെയർഫുൾ. അതുപോലെ തന്നെ ഫോളോ സിമിലർ ബിസിനസ്സസ്. അതായത് നമ്മുടെ ലേൺ കോണ്ടൻറ്റ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു പേസ്ട്രി ബിസിനസ്സാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ വേറെ ഏരിയയിലും, ഇപ്പം നോർത്തിലോ അല്ലെങ്കിൽ US-ലോ ചൈനയിലോ ഏതൊരു സ്ഥലത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിമിലറായിട്ടുള്ള ബിസിനസ്സുണ്ട്. നിങ്ങൾക്ക് അവരുടെ കോണ്ടൻറ്റ് കണ്ടുപിടിക്കുക. അവരെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രോപ്സ്, അതായത് എന്തെങ്കിലും ഡെക്കേഴ്സിൻ്റെ അടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോണ്ടൻറ്റ് എടുക്കാനൊക്കെ ഫിലിം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂസ് റീൽസ് ഓർ ഷോർട്ട് വീഡിയോസ് ടു ഗോ വൈറൽ. അത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നിങ്ങളിപ്പം ഒത്തിരി 3 മിനിറ്റ് വരെ നമുക്കിപ്പം വലുതാക്കിയിട്ടുണ്ട്. അതായത് ആദ്യം 30 seconds ആയിരുന്നു, പിന്നെ 1 minute ആയപ്പോൾ 3 minutes വരെ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം റീൽസിൽ നമുക്ക് സംസാരിക്കാനോ ലോങ് വീഡിയോസോ ഇടാനോ ടൈമുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും 3 minutes യൂസ് ചെയ്യാതെ ചിലതൊക്കെ ഒരു 10 to 15 secondsനകത്ത് ഒതുക്കി കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് വീഡിയോ കോണ്ടൻറ്റ് പെട്ടെന്ന് വൈറലാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഷെയർ കസ്റ്റമർ റിവ്യൂസ്. അതാണ് ദാറ്റ് വിൽ ബിൽഡ് ട്രസ്റ്റ്. അതായത് ഇപ്പോൾ ആൾക്കാരിപ്പം 10 പേര് വാങ്ങിച്ചു, നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ ഉടനെ അവരെങ്ങനെയുണ്ട്, ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ, അങ്ങനെ ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ളവരുടെ അടുത്ത് ഒരു റിവ്യൂ, ഒരു വീഡിയോ റിവ്യൂ ഒക്കെ ചോദിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കത് റീലായിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ആഡ് സ്റ്റോറീസ് ഡെയിലി. നിങ്ങളുടെ അപ്ഡേറ്റ്സ്, നിങ്ങളുടെ ഓഫേഴ്സ്, നിങ്ങളുടെ ടിപ്സ്. അതായത് നിങ്ങളൊരു ഹെയർ ഓയിൽ ബ്രാൻഡാണെങ്കിൽ നിങ്ങൾ എന്ത് ഓഫറാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ടിപ്പാണ്, എങ്ങനെയാണ് നമ്മളിത് ഹെയറിലോട്ട് സ്കാൽപ്പിലോട്ട് മസാജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം, ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ പല പല ടിപ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. നിങ്ങൾ സ്റ്റോറീസ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, നിങ്ങൾ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഇടുക. അതുപോലെ തന്നെ യൂസ് ഫ്രീ ഡിസൈൻ ടൂൾസ്. ക്യാൻവ എന്ന് പറയുന്നത് ഒരു ഫ്രീ ഡിസൈൻ ടൂളാണ്. അപ്പം നിങ്ങൾക്കിപ്പം അതിന് നിങ്ങളുടെ റീലിനൊരു തംബ്നെയിൽ അല്ലെങ്കിൽ എൻ്റെ കവർ പിക്ക് വെക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കത് അതിനകത്ത് നിങ്ങളുടെ ഇതായിട്ടുള്ള ഫോട്ടോസും വെച്ചിട്ട്, ടെക്സ്റ്റും ഫോട്ടോസും വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ട്രാക്ക് വാട്ട് വർക്ക്സ്. അതായത് ചെക്ക് ഇൻസൈറ്റ്സ് വീക്ക്ലി. നമ്മുടെ ഈ ബിസിനസ് പ്രൊഫൈലിൽ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതായത് അതിനകത്ത് ഏത് പോസ്റ്റാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ആയത്, അതുപോലെ തന്നെ ഏത് വീഡിയോ ആണ് കൂടുതൽ വൈറലായത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോണ്ടൻ്റാണ് വൈറലായത്. അപ്പോൾ നിങ്ങൾക്കൊരു
10 പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും അങ്ങനത്തെ ട്രൈ ചെയ്യാം, ചിലപ്പോൾ വീണ്ടും അത് വൈറലാവും. അതുപോലെ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ആൾക്കാർ കാണുന്നത്, അതുപോലെ തന്നെ എത്ര മെയിൽസ് അല്ലെങ്കിൽ എത്ര ഫീമെയിൽസാണ് കാണുന്നത്, എത്ര ഏജ് ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരാണ് കാണുന്നത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനാണ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേജിൻ്റെ ഇൻസൈറ്റ്സ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോണ്ടൻറ്റ് എത്ര, ഏതൊക്കെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, ആരൊക്കെയാണ് കൂടുതൽ ടൈം നിങ്ങളുടെ പേജ് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൊളാബറേറ്റ് വിത്ത് അതേഴ്സ് ക്രിയേറ്റേഴ്സ്, അതായത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ സ്റ്റോറിയൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേജ് ആളുകൾ വന്ന് കാണും, അങ്ങനെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ കൊളാബറേഷനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു വലിയ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേ കൺസിസ്റ്റൻറ്റ്, ഗ്രോത്ത് ടേക്സ് ടൈം ബട്ട് റെഗുലർ പോസ്റ്റിംഗ് ബ്രിങ്സ് റിസൾട്ട്സ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഗ്രോത്ത് ഒത്തിരി സമയം എടുക്കും, പക്ഷേ നമ്മൾ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്താൽ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, നോട്ടിഫിക്കേഷനിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 1000 മിസ്റ്റേക്സിൻ്റെ നമ്മൾ ടിപ്സ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫുൾ 1000 മിസ്റ്റേക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്തിട്ടൊന്ന് DM ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ, until then, bye.